Hi everyone, I am Anjana. Welcome to our channel Alex Anjana Foodie Lifestyle. ഇന്ന് ഞാൻ വെള്ളരിക്ക കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഓണമൊക്കെ വരികയല്ലേ. അപ്പം സദ്യയ്ക്ക് എന്തായാലും കിച്ചടി ആവശ്യമാണ്. അപ്പം കിച്ചടിയും പച്ചടിയും തമ്മിൽ എല്ലാവർക്കും സംശയം വരുന്നതാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കിച്ചടിയും പച്ചടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ പച്ചടിയിൽ മധുരം ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. അതായത് മധുര പച്ചടിയൊക്കെ വളരെ ഫേമസ് ആണ്. പിന്നെ ഈ കിച്ചടിയിൽ കടുകാണ് ചതച്ച് ചേർക്കാറുള്ളത്, ജീരകം ചേർക്കാറില്ല. പിന്നെ ചിലർ ചേർക്കുന്നവരുണ്ടാവും. പച്ചടിയും കിച്ചടിയും തമ്മിൽ ആ ഒരു മധുരം ചേർക്കുന്ന കാര്യത്തിലാണ് പ്രധാനമായിട്ട് എനിക്ക് വ്യത്യാസം തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് കാണാം. ചട്ടിയിലേക്ക് 1.5 കപ്പ് വെള്ളരിക്ക, ഇത് ഞാൻ മഞ്ഞ വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്, നീളത്തിലരിഞ്ഞത്. മഞ്ഞ വെള്ളരിക്കയാണ് കിച്ചടിക്ക് എപ്പോഴും നല്ലത്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം. മഞ്ഞ വെള്ളരിക്കയ്ക്ക് അല്പം വേവ് കൂടുതലാണ്. പച്ച കളറിലെ തൊലിയുള്ള വെള്ളരിക്കയ്ക്ക് പെട്ടെന്നൊന്ന് ആവി കയറിയാൽ തന്നെ വേവും. ഇതിലേക്ക് 2 പച്ചമുളക് ഞാൻ 3ആയിട്ട് മുറിച്ചതാണ്, അതും 1 തണ്ട് കറിവേപ്പില ഇത് വിട്ട് വേവിക്കുന്നു. ഉപ്പ് ചേർക്കുന്നത് ഒരു 3/4 വേവായിട്ട് നമുക്ക് ചേർക്കാം. ഇത് അടച്ചു വെച്ച് വേവിക്കാം. കിച്ചടിക്കുള്ള അരപ്പിനായിട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരകിയതിടുകയാണ്. ഒരു ചെറിയ ഉള്ളി അതും ഇടുകയാണ്. കൂടുതൽ അരയ്ക്കരുത്, ഒരു ചെറുതേ അരയ്ക്കാവൂ. ഇത് അരച്ച് വെച്ച് നമുക്ക് ഒരു നുള്ളു കടുകും കൂടെ ചേർക്കണം. ആദ്യം ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ, അതിന് ശേഷം കടുകും അല്പം തൈരും കൂടെ ചേർത്ത് അരയ്ക്കാം. ഞാൻ ഈ പരുവത്തിൽ അരച്ചെടുത്തു. ഇനി ഒരു നുള്ളു കടുകും പിന്നെ വേണ്ടത് അല്പം ഉപ്പും, ഇത് 1/2 ടീസ്പൂൺ ഉപ്പുണ്ട്, അതും ചേർത്ത് ഒന്നുകൂടെ അരയ്ക്കുകയാണ്. സാധാരണ കിച്ചടിക്ക് പലരും ചെറിയ ഉള്ളി ചേർക്കാറില്ല, പക്ഷേ ഇതിനകത്ത് അത് ചേർത്താലേ ടേസ്റ്റുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ് വെക്കുന്നത്. പിന്നെ തൈരും കൂടെ അല്പം ഒഴിക്കണം. ഇതൊന്നുകൂടെ കറക്കിയെടുക്കുക. അതിൻ്റെ കൂടെ ഒരല്പം തൈര്, ഇടത്തരം പുളിയുള്ള തൈരാണ് നല്ലത്. അപ്പം ഒരുപാട് അങ്ങ് കടുക് അരഞ്ഞു പോകത്തില്ല. അപ്പം ഇത്രയും കൂടെ ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കാം. അങ്ങനെ ഈ പരുവത്തിന് ഞാൻ അരച്ചെടുത്തു. നല്ലപോലെ അരയ്ക്കണം. പച്ചമുളക് അരയ്ക്കാത്തതെന്ന് വെച്ചാൽ ആ വെള്ള കളർ മാറാതിരിക്കാനാണ്. അപ്പോൾ അങ്ങനെ കടുകും ചേർത്ത് ഒന്ന് അരച്ചെടുത്തു. ഇനി നമുക്ക് വെള്ളരിക്ക വെന്തതിന് ശേഷം ഇത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് വെന്തോ നോക്കാം. കണ്ടോ, കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, ഇനി ഉപ്പ് ചേർക്കണം. ഞാൻ 1/2 ടീസ്പൂൺ വീണ്ടും ഉപ്പ് ചേർത്തു. അല്പം വെള്ളം കിടപ്പുണ്ട്. അത്യാവശ്യം ഗ്രേവി വേണമല്ലോ. പുളിയുള്ള തൈരാണ്, ഇടത്തരം പുളിയുള്ള തൈരാണ് എപ്പോഴും നല്ലത്. ഒന്നുകൂടെ ഒന്ന് വെള്ളം ഒന്ന് അല്പം കൂടെ വറ്റിയിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഈ അരച്ചിരിക്കുന്ന അരപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ ഇതങ്ങ് ഒരുപാടങ്ങ് വെന്ത് പോരുത്. അരപ്പ് ചേർത്ത് ഒന്ന് തിള വരാനേ പാടുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് പുളിക്കത്തില്ല. നമ്മളത് ഒന്ന് തേങ്ങ ചൂടാക്കിയില്ലെന്നുണ്ടെങ്കിൽ ഇരുന്നത് പുളി കൂടും. ഇനി ഒരല്പം തൈരും കൂടെ ഓഫ് ചെയ്തിട്ട് ചേർക്കാം. ഈ അരപ്പൊന്ന് ചൂടായാൽ മതി. ഇനി ഇരുന്നിത് കൂടുതൽ കുറുകും. ഉപ്പൊക്കെ നോക്കുക കറക്റ്റാണോ എന്നുള്ളത്, ആ പുളിക്കനുസരിച്ച് ഉപ്പ് നോക്കുക. പച്ചമുളക് അരച്ച് ചേർക്കാത്തതുകൊണ്ട് കേട്ടോ നല്ല വെള്ള കളറിൽ തന്നെ ഇരിക്കും. അരച്ച് വേണമെങ്കിലും ചേർക്കാം. ഇനി ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി തൈര് അല്പം കൂടെ ഒന്ന് അടിച്ച് ചേർക്കാം. ഞാൻ ഓഫ് ചെയ്തുകൊണ്ട് ചട്ടിയുടെ ചൂട് കാരണം ഒന്നുകൂടെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഒരല്പം തൈരും കൂടെ, ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി താളിച്ച് ചേർക്കണം. ഇനി താളിക്കാൻ പോവാണ്. ഇനി താളിക്കാൻ വേണ്ടി പാത്രം അടുപ്പത്ത് വെച്ച് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്.
എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് ചേർക്കാം. ഇനി ഞാൻ 1/2 ടീസ്പൂൺ കടുകിട്ടു. പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് 3 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചിടാം. തെറിക്കാതിരിക്കാനായിട്ടൊന്ന് അടപ്പുകൊണ്ട് ഇങ്ങനെ ഒന്ന് മറച്ചു കൊടുക്കുന്നത് നല്ല. തീ കുറച്ച് വയ്ക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇടാം. ഒന്ന് അടച്ചു പിടിക്കുന്നത് നല്ലതായിരിക്കും. ഇനി മണം പോകാതെ അടച്ചു വയ്ക്കുക. അങ്ങനെ കിച്ചടി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വളരെ എളുപ്പം തന്നെ വെള്ളരിക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് യുവർ വീഡിയോ. ബൈ ബൈ.